Hey my beautiful souls, welcome back to my channel. How are you guys doing? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. Your current situation and the message for you. നിങ്ങളുടെ current situation എന്താണ് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ് എന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കളക്റ്റീവ് ആയിട്ട് നോക്കുന്നത്. Let's see what is your current situation. എന്തവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഡിസ്ട്രാക്ഷൻ, ഈ സാഹചര്യം നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഇമോഷൻസ് എന്ത് ഇമോഷൻസ് ആണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചില ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരു ഗട്ട് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, ചില കാര്യങ്ങളിലേക്ക് വരണം, ചെയ്യണം, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ മാറ്റങ്ങൾ വരാൻ പോവാണ് എന്നുള്ളത്. ഇപ്പം ചില ആനിമൽസിനൊക്കെ അവർക്ക് അറിയാം ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. സോ അതുപോലെ ഈവൻ നമ്മൾ ഹ്യൂമൻസിനും നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ചില മാറ്റങ്ങൾ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ സാധിക്കും. സോ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കാം. സോ എന്തൊക്കെയോ കാര്യത്തിലേക്ക് നമ്മൾ വരാണ് അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കും സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എക്സാക്ട്ലി നമുക്ക് എന്താണ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് ചില ഹിന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചില മാറ്റങ്ങളിൽ പ്രേരിപ്പിക്കുന്നുണ്ട് നിങ്ങളെ, ചില മാറ്റങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടും മാറ്റങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും ചില ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, റൈറ്റ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം, ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. സോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാം ചില പ്ലേസിൽ നിങ്ങളൊരു എസ്പെഷ്യലി നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ചില കാര്യങ്ങളോ ആളുകളോ ഒക്കെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഫിസിക്കലി ഒരുപാട് അട്രാക്റ്റഡ് ആക്കുന്ന അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു അഡിക്ഷൻ ആയിരിക്കാം, ചില കാര്യത്തിനോടുള്ള ഇഷ്ടമായിരിക്കാം, ഓവറായിട്ടുള്ള ഇഷ്ടമായിരിക്കാം. സോ അത് പ്രോബബ്ലി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വേണമെന്ന് തോന്നുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ കാണുന്ന ആളുകള്, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകള്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകള്, കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ, റൈറ്റ്, നിങ്ങൾ ചെയ്യുന്ന ജോബ്, ഇതൊക്കെ അവിടെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടായിരിക്കണം. സോ അത് പല രീതിയിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഏതൊക്കെയോ രീതിയിൽ കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് അത് ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഈ ഒരു സമയം നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ ഉള്ളിന്ന് കിട്ടുന്നുണ്ട് ചില മാറ്റങ്ങൾ എടുക്കാൻ വേണ്ടി, റൈറ്റ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. മാക്സിമം നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്. സോ ചില മാറ്റങ്ങൾ നിങ്ങളായിട്ട് എടുക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ചില കാര്യത്തിൽ നിന്ന്, എസ്പെഷ്യലി അതിന്റെ ഒരു ഫിസിക്കൽ ഫോമിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. റിലേഷൻഷിപ്പിലായിരിക്കാം, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം, ജോബിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം, ഓർ നിങ്ങള് മെറ്റീരിയൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതാണെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയുന്ന ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അത് ആളുകളാണെന്നുണ്ടെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ വീടോ നിങ്ങളുടെ പ്രോപ്പർട്ടിയോ ഓർ നിങ്ങൾക്ക് അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ സൗഹൃദങ്ങളായിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണ്. ഓക്കെ, സോ അവര് എന്നേക്കുമായിട്ട് പോവാന്നുള്ളതല്ല, ചില പ്ലേസിൽ നിന്ന് അങ്ങനെ നിങ്ങൾ ഡിസ്റ്റൻസ്, ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളായിട്ട് ചെയ്യുന്നതോ ഓർ കാലം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, സോ ഒരു കൈൻഡ് ഓഫ് ഡെസ്റ്റിനി പോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. സോ അതിൻ്റെതായിട്ടുള്ളൊരു സ്ട്രഗിൾ ചില ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ വളരെ നല്ല രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിനൊക്കെ. മാറ്റങ്ങൾ വരുത്തുക, പുതിയ ഹാബിറ്റ് വരുത്തുക, ചില ഹെൽത്തി ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്, മാറാൻ ഒരുപാട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതായത് നിങ്ങൾക്കറിയാം ഓൾറെഡി നിങ്ങളുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ മാറ്റം അത്യാവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കാം. സോ അതിനുവേണ്ടി വളരെ നല്ല രീതിയിൽ ശ്രമിക്കുന്ന ആളുകളുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ തിരിച്ചറിയാം,
നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. മെയിൻ ആയിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നത് നിങ്ങൾ ആക്സെപ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളായിട്ടൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ പോവാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ്, ചില കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് സെൻസ് ചെയ്യാൻ കൂടെ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ അതായിരിക്കും നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുക. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ പെട്ടെന്ന് നോർമലി ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരു ഡീപ്പർ ലെവലിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനും സെൻസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതുകൊണ്ടാണ് ചില പ്ലേസിൽ വരുന്ന സമയത്ത്, ചില ആളുകളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നത്. സോ പെട്ടെന്ന് സന്തോഷം വരുന്നതായിരിക്കാം, പെട്ടെന്ന് സങ്കടം വരുന്നതായിരിക്കാം, പെട്ടെന്ന് കാര്യങ്ങൾ എനർജി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ ഇന്റൻഷൻസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാൻ. അതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില സ്പിരിച്വൽ കണക്ഷനിൽ ഉണ്ടാവുന്ന സെപ്പറേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഓർ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓർ നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യാൻ ചില കണക്ഷൻ കൂടെ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾക്ക് അവിടെ സെപ്പറേഷൻ ആണ് സംഭവിക്കുന്നത്, ഡിസ്റ്റൻസ് ആണ് സംഭവിക്കുന്നത്, ഓർ ചില ആളുകൾക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, കാരണം നിങ്ങൾ ചില ആളുകൾ വളരെ ഡീപ്പ് ആയിട്ടുള്ളൊരു സ്പിരിച്വൽ ചേഞ്ച് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അവേക്കനിങ് ഓർ ഡീപ്പായിട്ട് നിങ്ങൾ ഒരു ഫ്രീഡം, നിങ്ങളുടെ സോളിന് ഒരു ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് ഇത്ര കാലമായിട്ട് നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, സോ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാൻ പല കാര്യങ്ങളും നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അത്ര കാലമായിട്ട് നിങ്ങളുടെ ബിലീഫ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പോകുന്ന ചില കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യണോ വേണ്ടോ, ശരി തെറ്റുകളൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ. എത്ര കാലമായിട്ട് നിങ്ങൾ ശരിയെന്ന് വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടായിരിക്കണം, തെറ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അതുപോലത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മെയിൻലി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ സോളിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ജേർണി വളരെ യൂണീക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പല ആളുകളും പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. റൈറ്റ്, സോ ചില സന്തോഷങ്ങള് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് കൂടിയാണ്. നിങ്ങൾ കണക്ട് ചെയ്യുന്നതും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ടുള്ള സ്പിരിച്വൽ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ലൈക്ക് റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് ശരിയാണോ തെറ്റാണോ, ഇങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ ഇതുപോലൊരു സ്പിരിച്വലി ചേഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങളിലും നിങ്ങളൊരു മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ അത്ര കാലമായിട്ട് യൂസ്ഡ് ചെയ്തു പോയിട്ടുള്ള ചില കാര്യങ്ങളും നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആരൊക്കെയാണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അതും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റിയിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ, നിങ്ങളുടെ സോളിനൊക്കെ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ, അവിടെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, സോ അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. സോ ചില കാര്യങ്ങൾ നിങ്ങൾ രണ്ട് തട്ടിലായിട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവിടെ അങ്ങനെ വരുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി നിങ്ങൾ സ്പിരിച്വലി കണക്ട് ചെയ്യുന്ന ആളുകൾ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റന്റ് പ്രേരണ തരാൻ വേണ്ടിയിട്ട്, ഒരു ഇൻസ്റ്റന്റ് കണക്ഷൻ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയി. സോ ട്രൈ ടു കണക്ട്.
ഓക്കെ, സോ കൂടുതൽ നിങ്ങളെ കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് വളരെ ഈ ഒരു സമയത്ത് വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷന്റെ ഭാഗമാവുന്നുണ്ട്. സോ ചില ആളുകളൊക്കെ ആയിട്ട് വളരെ ഡീപ്പ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ചില കോൺവെർസേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരുന്നതും നിങ്ങൾ ഒരുപാട് അവേക്കൻ ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തരുന്നതുമായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓർ ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടുന്ന ചില വോയിസ് ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകളുടെ വാക്കുകൾ നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു ഇന്റൻഷൻ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു കണക്ക് കൂട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇതെന്തിനു വന്നു, അതെന്തിനു പോയി, നോ ക്വസ്റ്റ്യൻ. ഓക്കെ, യു ജസ്റ്റ് നീഡ് ടു ഗോ വിത്ത് ദ ഫ്ലോ. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, what you need to hear right now. So ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന മാറ്റങ്ങൾ, നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ, ഡെസ്റ്റിനി നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രോബബ്ലി പല ആളുകളും നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. റൈറ്റ്, അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾ പോകുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില സിറ്റുവേഷൻ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ, നിങ്ങൾക്ക് അവിടെ ഒന്നുകിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോവാം. ചില കാര്യങ്ങൾ നിങ്ങൾ അവെയർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മുടെ കർമ്മ. ഓക്കെ, സോ ചില കാര്യങ്ങൾ നമ്മൾ അവെയർ ആവുന്ന സമയത്ത് പിന്നെ നമ്മളുടെ ചോയ്സ് ആണ് വെറുതെ നമ്മളത് ആ ഒരു ബേർഡൻസും കണ്ടിന്യൂ ചെയ്തു പോകണോ അത് ഇറക്കി വെക്കണോ എന്നുള്ളത്. പക്ഷെ പല ആളുകളും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അത്ര കാലത്ത് ഒരു അവസ്ഥ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളും, അതായത് നിങ്ങളുടെ അത്ര കാലമായിട്ടുള്ള ചില ബിലീഫ് ആൻഡ് പ്ലസ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ചില പുതിയ വിശ്വാസങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. റൈറ്റ്, പുതിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. സോ ചില ആളുകൾ അത് രണ്ടും കൂടെ കൊണ്ടുപോവാണ്, അല്ല ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എത്ര കാലമായിട്ട് ഒരു ജോബ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരിക്കണം. ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ചില സ്പിരിച്വൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങൾക്ക് വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ആ ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. റൈറ്റ്, സോ കരിയറിൽ ഉണ്ടാവുന്ന മാറ്റമായിരിക്കാം, റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റമായിരിക്കാം ചില ആളുകൾക്ക്. റൈറ്റ്, സോ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ ഈവൻ ചില ആളുകൾ നിങ്ങൾ ഒരുപാട് വർഷത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മാറ്റം തോന്നാത്ത ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഇറ്റ്സ് ബെറ്റർ ലൈക്ക് നിങ്ങൾ ആ ഒരു ബേർഡൻസ് മുന്നോട്ട് കൊണ്ടുപോകാതെ ആ ഒരു ബേർഡൻസ് അവിടെ ഇറക്കി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, സോ അതാണ് ചില ആളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, ഫിസിക്കൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ നിന്നിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് നീഡി ആയിട്ട് നിൽക്കുന്നില്ല ചില ആളുകൾ. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളയുന്നുണ്ട്. ഓക്കെ, എനർജറ്റിക്കലി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫിസിക്കലി വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റിൽ ദ ബെസ്റ്റ് വേ ഈസ് നമ്മൾ ആ ഒരു കാര്യം എനർജറ്റിക്കലി വിട്ട് കളയുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലമായിട്ട് എടുത്തു കൊണ്ടുപോകുന്ന ഭാരങ്ങളാണ്, ബേർഡൻ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് യു നീഡ് ടു ലെറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഓർ ലെറ്റ് ഇറ്റ് ഗോ. അത് വിട്ട് കളയാം. ചില വേദനകൾ നിങ്ങൾ വലിയൊരു പ്രൈസ് ടാഗ് ആയിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം. റൈറ്റ്, സൊസൈറ്റി ഓർ നിങ്ങളുടെ ബിലീഫ്. ഓക്കെ, അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോഴും ചിലതിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന സമയത്ത്, മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ചില കണ്ടുമുട്ടലുകൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. സോ ചില റൊമാൻറ്റിക് കണക്ഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാതെ ലൈഫ് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റും ശരിയും, അല്ലെങ്കിൽ അതിലെന്താവും, അതിന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കാം,
ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്സ് ഓൾറെഡി നിങ്ങൾക്ക് കൺഫേം തന്നിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ആൻഡ് ലൈഫ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു സോൾ ഫ്രീഡം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഫർഗെറ്റ് അബൌട്ട് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്കൂ. സോ ഓരോ ഹ്യൂമനും ഓരോ സ്റ്റേജിലും അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവണം, അത് എക്സ്പാൻഡ് ആവണം, മനുഷ്യന്മാർക്ക് ചേഞ്ച് ഉണ്ടാവണം അല്ലെ. സോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. സോ അതിനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ലൈഫായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ നല്ല കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചില ക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലോസ് ആക്കി തന്നെ വെക്കുക. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് പുതിയ കാര്യത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഈവൻ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ കണക്ട് ചെയ്തു പോകുന്ന ചില കണക്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, അല്ലെങ്കിൽ എന്ത് കണക്ഷൻ ആണ്, കാർമിക് പാർട്ട്ണർ ഓർ എന്തായിക്കോട്ടെ, അവിടെ നിന്ന് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ അതിന്ന് കുറെ നിങ്ങൾ കണക്ട് ചെയ്തു, കുറെ എക്സ്പീരിയൻസ് ചെയ്തു, കുറെ നേടി നഷ്ടപ്പെട്ടു തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ലൈക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, സോ ചില സിറ്റുവേഷൻസ് ഈവൻ നിങ്ങളുടെ ചില ഇതുപോലത്തെ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, അതൊന്നും നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകേണ്ട ആളുകളല്ല. ട്രസ്റ്റ് മീ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നല്ലതായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എടുക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ആ ഒരു ബേർഡൻസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാതിരിക്കുക. കാരണം ലൈഫ് നിങ്ങൾക്ക് പുതിയ സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ കൈ നിറയെ നിങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ തരുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഒരു സ്പേസ് കയ്യിൽ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ എന്തൊക്കെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കണം, എന്തെന്നൊക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചു. അത് ഈവൻ നിങ്ങളുടെ കണക്ഷൻ ആയിക്കോട്ടെ, സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, നിങ്ങളുടെ പാർട്ട്ണർ, മാരിറ്റൽ പാർട്ട്ണർ, ഓർ നിങ്ങളുടെ ജോബോ ഓർ എന്ത് സിറ്റുവേഷനോ ആയിക്കോട്ടെ, നിങ്ങളുടെ പാരന്റിന്റെ ഒരു സിറ്റുവേഷൻ ഓർ നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ, നിങ്ങളുടെ ജോബ്, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ് മാത്രം എന്നുള്ളതല്ല, കണക്ഷൻസ് മാത്രം എന്നുള്ളതല്ല. സോ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ പോയി, അല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ കൂടെ നിങ്ങൾ വീണ്ടും പലതവണ പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ നിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് പുതിയ കാര്യങ്ങൾ വരാനുള്ള സ്പേസ് ഉണ്ടാക്കുക. കാരണം നിങ്ങൾക്ക് ഫ്രീഡം വേണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി വിട്ടേക്കൂ. നിങ്ങളൊരു മനുഷ്യനാണ്, പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. സോ അതിന് നിങ്ങൾ അലോ ചെയ്യുക. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഓവർ ഇമോഷണൽ ആയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ലൈഫിലും വരേണ്ടതായിട്ടുള്ള മാറ്റങ്ങളിൽ ഒരു തടസ്സമായിട്ട് വെക്കുന്ന രീതിയിലോ ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ് നിങ്ങൾ എടുക്കാതിരിക്കുക. ചില കാത്തിരിപ്പുകൾ അങ്ങനെ വെക്കാതിരിക്കുക. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.